തമിഴ്നാട് മുഖ്യമന്ത്രിയായി ചുമതലയേറ്റതിന് പിന്നാലെ തന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ ഓരോന്നായി നടപ്പിലാക്കി നടനും തമിഴക വെട്രിക്കഴകം നേതാവുമായ വിജയ് കർഷകർക്കായി വലിയ പ്രഖ്യാപനങ്ങൾ നടത്തിയതിനൊപ്പം തമിഴ് സിനിമാ മേഖലയ്ക്കും വിദ്യാർത്ഥികൾക്കും ആശ്വാസകരമായ വിപ്ലവകരമായ തീരുമാനങ്ങളാണ് വിജയ് സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നത്. DMK-യും ADMK-യും അട്ടിമറിച്ച് അധികാരം പിടിച്ച തമിഴക വെട്രിക്കഴകത്തിന്റെ ഈ ആദ്യ ഉത്തരവുകൾ തമിഴ്നാട്ടിൽ വലിയ രാഷ്ട്രീയ ചലനങ്ങൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. തമിഴ്നാട്ടിലെ സാധാരണക്കാരായ കർഷക സമൂഹത്തെയും അവരുടെ കുടുംബത്തെയും ഒന്നടങ്കം ചേർത്തണയ്ക്കുന്ന കടുത്ത തീരുമാനങ്ങളാണ് പുതിയ മുഖ്യമന്ത്രി ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. മുൻ ഭരണകൂടങ്ങളുടെ നയങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കർഷകരുടെ സാമ്പത്തിക ബാധ്യതകൾക്ക് ഉടനടി പരിഹാരം കാണുകയാണ് വിജയ് സർക്കാർ ഇതിലൂടെ ചെയ്യുന്നത്. തമിഴ്നാട്ടിലെ ലക്ഷക്കണക്കിന് വരുന്ന ചെറുകിട കർഷകർക്ക് വലിയൊരു ആശ്വാസമാണ് ഈ പ്രഖ്യാപനം നൽകുന്നത്. 5 ഏക്കറിൽ താഴെ മാത്രം കൃഷിഭൂമിയുള്ള ചെറുകിട കർഷകരുടെ സഹകരണ ബാങ്കുകളിലെ മുഴുവൻ കാർഷിക ഘടകങ്ങളും വിജയ് സർക്കാർ പൂർണ്ണമായും എഴുതിത്തള്ളി. ഇതിനു പുറമെ 5 ഏക്കറിന് മുകളിൽ ഭൂമിയുള്ള കർഷകർക്ക് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ 50% വായ്പ ഇളവും മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഉൽപാദന ചെലവിന് ആനുപാതികമായി കർഷകർക്ക് ലാഭം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് താങ്ങുവില കുത്തനെ ഉയർത്തിയത്. കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി നെല്ലിന് ക്വിന്റലിന് 3500 രൂപയായും കരിമ്പിന് ടണ്ണിന് 4500 രൂപയായും താങ്ങുവില ഉയർത്താൻ തീരുമാനിച്ചു. സമീപകാലത്ത് തമിഴ്നാട് ചരിത്രത്തിൽ കർഷകർക്ക് ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന നിരക്കാണിത്. കർഷക കുടുംബങ്ങളുടെ അടുത്ത തലമുറയുടെ ഭാവി സുരക്ഷിതമാക്കാൻ വിദ്യാഭ്യാസ മേഖലയിലും വലിയൊരു പ്രഖ്യാപനം മുഖ്യമന്ത്രി നടത്തിയിട്ടുണ്ട്. 2 ഏക്കറിൽ താഴെ ഭൂമിയുള്ള സാധാരണ കർഷകരുടെയും ഒപ്പം തന്നെ ഭൂരഹിതരായ കർഷക തൊഴിലാളികളുടെയും മക്കളുടെ വിദ്യാഭ്യാസ ചെലവ് പൂർണ്ണമായും സർക്കാർ വഹിക്കുമെന്നാണ് വിജയുടെ കന്നി ഉത്തരവിൽ വ്യക്തമാക്കുന്നത്. കുട്ടികളുടെ സ്കൂൾ കോളേജ് ഫീസുകൾ ഉൾപ്പെടെയുള്ള എല്ലാ ചിലവുകളും ഇതിലൂടെ സർക്കാർ ഏറ്റെടുക്കും. തമിഴകത്തെ കാർഷിക മേഖലയെ തകർച്ചയിൽ നിന്ന് രക്ഷിക്കാനും കർഷകരുടെ ജീവിത നിലവാരം ഉയർത്താനും മുഖ്യമന്ത്രി വിജയ് കൈക്കൊണ്ട ഈ ആദ്യ തീരുമാനങ്ങൾ ജനങ്ങൾക്കിടയിൽ വലിയ രീതിയിലുള്ള സ്വാഗതാർഹമായ പ്രതികരണങ്ങളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സിനിമയിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് വരികയും വലിയൊരു ജനവിധിയുടെ അധികാരം പിടിച്ചെടുക്കുകയും ചെയ്ത മുഖ്യമന്ത്രി വിജയ് തമിഴ് സിനിമാ വ്യവസായം നേരിടുന്ന കടുത്ത സാമ്പത്തിക പ്രതിസന്ധികൾക്ക് പരിഹാരം കാണാനും മടിച്ചിട്ടില്ല. തന്റെ മുൻ സഹപ്രവർത്തകർക്കും സിനിമാ നിർമ്മാതാക്കൾക്കും തിയേറ്റർ ഉടമകൾക്കും വലിയൊരു ആശ്വാസമാണ് അദ്ദേഹം ആദ്യ ദിനം തന്നെ പ്രഖ്യാപിച്ചത്. തമിഴ് സിനിമാ മേഖലയിൽ നിന്ന് വർഷങ്ങളായി ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യത്തിനാണ് വിജയ് സർക്കാർ ഉടനടി പരിഹാരം കണ്ടിരിക്കുന്നത്. തമിഴ്നാട്ടിലെ തിയേറ്ററുകളിൽ സിനിമകളുടെ പ്രദർശന സമയം വർദ്ധിപ്പിച്ചു നൽകാനുള്ള ചരിത്രപരമായ ഉത്തരവാണ് മുഖ്യമന്ത്രി ഒപ്പുവെച്ചത്. ഇതിലൂടെ കൂടുതൽ പ്രദർശനങ്ങൾ നടത്താനും കോവിഡ് കാലത്തിന് ശേഷവും OTT പ്ലാറ്റ്ഫോമുകളുടെ വരവിന് ശേഷവും തിയേറ്ററുകൾ നേരിടുന്ന കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്ക് വലിയൊരു പരിഹാരം കാണാനും ഈ നീക്കം സഹായിക്കും. ബിഗ് ബഡ്ജറ്റ് ചിത്രങ്ങൾക്കും മറ്റ് സാധാരണ സിനിമകൾക്കും ഒരുപോലെ പ്രയോജനം ചെയ്യുന്ന രീതിയിലാണ് പുതിയ മാറ്റങ്ങൾ. ഈ പുതിയ നിയമപ്രകാരം പുതിയ സിനിമകൾ തിയേറ്ററുകളിൽ റിലീസാവുന്ന ആദ്യത്തെ ഒരാഴ്ച ഒരു തിയേറ്ററിൽ 5 പ്രദർശനങ്ങൾ വീതം നടത്താൻ സർക്കാർ ഔദ്യോഗികമായി അനുമതി നൽകി. മുൻപ് പ്രത്യേക അനുമതികളോടെ മാത്രം ഉത്സവ സീസണുകളിൽ അനുവദിച്ചിരുന്ന ഈ 5ാം ഷോ ഇനി മുതൽ റിലീസ് ചെയ്യുന്ന എല്ലാ സിനിമകൾക്കും ആദ്യ ആഴ്ചയിൽ പ്രയോജനപ്പെടുത്താം. അത് തിയേറ്ററുകളിലേക്ക് കൂടുതൽ കുടുംബ പ്രേക്ഷകരെ ആകർഷിക്കാൻ സഹായിക്കും. ഈ തീരുമാനം സിനിമാ വ്യവസായത്തിലെ എല്ലാ മേഖലകളിലും വലിയൊരു പോസിറ്റീവ് ചലനം ഉണ്ടാക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. കളക്ഷൻ റെക്കോർഡുകൾ ഉയർത്താൻ ആദ്യ ആഴ്ചയിലെ ഈ അധിക പ്രദർശനം നിർമ്മാതാക്കളെ സഹായിക്കും. വലിയ തുക മുടക്കി തിയേറ്ററുകൾ നവീകരിച്ച ഉടമകൾക്കും ഇതിലൂടെ മികച്ച വരുമാനം ഉറപ്പാക്കാം. സിനിമാ മേഖലയ്ക്ക് വലിയ ആശ്വാസം പകരുന്ന ഈ പ്രഖ്യാപനത്തെ കോടമ്പാക്കത്തെ പ്രമുഖ നിർമ്മാതാക്കളും സിനിമാ സംഘടനകളും വലിയ ആഹ്ലാദത്തോടെയാണ് സ്വാഗതം ചെയ്തിരിക്കുന്നത്. തമിഴ് സിനിമാ വ്യവസായത്തെ കൂടുതൽ ലാഭകരമായ ഒരു പാതയിലേക്ക് നയിക്കാനും പ്രതിസന്ധിയിലായ തിയേറ്റർ ജീവനക്കാർ ഉൾപ്പെടുന്ന ആയിരക്കണക്കിന് തൊഴിലാളികളുടെ കുടുംബത്തിന് സുരക്ഷിതത്വം ഉറപ്പാക്കാനും മുഖ്യമന്ത്രി വിജയുടെ ഈ കന്നി പ്രഖ്യാപനത്തിന് സാധിക്കുമെന്നാണ് വിലയിരുത്തുന്നത്. രാഷ്ട്രീയം എന്നത് പണം പിരിക്കാനുള്ളതല്ല, മറിച്ച് ജനങ്ങളെ സേവിക്കാനുള്ളതാണെന്ന തന്റെ സത്യപ്രതിജ്ഞാ പ്രസംഗത്തിലെ വാക്കുകൾ അനർത്ഥമാക്കുന്ന നടപടികളാണ് മുഖ്യമന്ത്രി വിജയ് ആദ്യ ദിനങ്ങളിൽ തന്നെ കൈക്കൊണ്ടിരിക്കുന്നത്. ദ്രാവിഡ രാഷ്ട്രീയത്തിലെ വമ്പന്മാരെ അട്ടിമറിച്ച് 108 സീറ്റുകളുമായി അധികാരം പിടിച്ചെടുത്ത വിജയുടെ ഈ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന്റെ അടിത്തറ കൂടുതൽ ശക്തമാക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്.